ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ക്യാമ്പ് നൗവിലേക്ക് തിരിച്ചെത്തിയത് ഒരു മികച്ച വിജയത്തോടു കൂടി തന്നെ FC ബാഴ്സലോണ ഇപ്പോൾ ആഘോഷിച്ചിട്ടുണ്ട്. ഇന്ന് നടന്ന മത്സരത്തിൽ അത്ലറ്റിക് ക്ലബിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ക്യാമ്പ് നൗവിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ബാഴ്സലോണ പുറത്തെടുത്തിട്ടുള്ളത്. ഫെറാൻ ടോറസ്, ലാമിൻ യമാൽ എന്നിവരൊക്കെ ഈ മത്സരത്തിൽ ബാഴ്സയ്ക്ക് വേണ്ടി തിളങ്ങുകയായിരുന്നു. ലെവൻഡോസ്കി ഒരു ഗോൾ നേടിയിട്ടുണ്ട്. ഫെറാൻ ടോറസ് ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട്. ഫിർമിൻ ലോപ്പസ് ഒരു ഗോൾ കണ്ടെത്തിയിരുന്നു. ലാമിൻ യമാൽ 2 അസിസ്റ്റുകൾ സ്വന്തമാക്കി എന്നുള്ളതാണ്. അതായത് മത്സരത്തിന്റെ 4ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയാണ് ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുന്നേ ലാമിൻ യമാലിന്റെ അസിസ്റ്റിൽ നിന്നും ഫെറാൻ ടോറസിന്റെ ഗോൾ പിറന്നു. യമാലിന്റെ അസിസ്റ്റ് മികച്ചതായിരുന്നു. അതുപോലെ തന്നെ 48ാമത്തെ മിനിറ്റിൽ ഫിർമിൻ ലോപ്പസ് ഗോൾ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം 54ാമത്തെ മിനിറ്റിൽ അത്ലറ്റിക് ക്ലബിന്റെ താരമായ ഒയ്ഹൻ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയതോടുകൂടി FC ബാഴ്സലോണക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ യമാലിന്റെ മറ്റൊരു മനോഹരമായ അസിസ്റ്റിൽ നിന്നും ഫെറാൻ ടോറസ് ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. യമാലിന്റെ ഒരു കിടിലൻ മുന്നേറ്റമായിരുന്നു. അതേ തുടർന്നാണ് അദ്ദേഹം അസിസ്റ്റ് നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ് എതിരില്ലാത്ത 4 ഗോളുകളുടെ വിജയം FC ബാഴ്സലോണ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. പോയിന്റ് പട്ടികയിൽ ബാഴ്സ ഇപ്പോൾ 1ാം സ്ഥാനത്താണ്. 13 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റ് സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രീമിയർ ലീഗിൽ ഒരൽപ്പം മുൻപ് നടന്ന മത്സരത്തിൽ ലിവർപൂളിന് ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം മൈതാനമായ ആൻഫീൽഡിൽ വെച്ചുകൊണ്ട് എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് അവർ പരാജയപ്പെട്ടിട്ടുള്ളത്. വളരെ ദയനീയമായ ഒരു തോൽവിയാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 33ാമത്തെ മിനിറ്റിൽ മുറില്ലോ, 46ാമത്തെ മിനിറ്റിൽ സവോണ, അതുപോലെ തന്നെ 78ാമത്തെ മിനിറ്റിൽ ഗിബ്സ് വൈറ്റ് എന്നിവരാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. കൂടുതൽ ആക്രമണങ്ങൾ ലിവർപൂൾ നടത്തിയിരുന്നു. പക്ഷെ ഒരൊറ്റ ഗോൾ പോലും നേടാൻ സാധിക്കാതെ അവർക്ക് മടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. സ്വന്തം മൈതാനത്താണ് എതിരില്ലാത്ത 3 ഗോളുകളുടെ ഒരു തോൽവി അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതേസമയം ചെൽസി എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബേൺലിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. 37ാമത്തെ മിനിറ്റിൽ പെഡ്രോ നെറ്റോയുടെ ഒരു കിടിലൻ ഗോൾ പിറന്നു. പിന്നീട് 88ാമത്തെ മിനിറ്റിലാണ് എൻസോ ഫെർണാണ്ടസിന്റെ ഗോൾ പിറക്കുന്നത്. അതിന് അസിസ്റ്റ് നൽകിയത് മാർക്ക് ഗിയുയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മികച്ച അസിസ്റ്റാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് കയറി വരാൻ ചെൽസിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 12 മത്സരങ്ങളിൽ നിന്ന് 23 പോയിന്റാണ് അവരുടെ സമ്പാദ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.